അങ്ങനെ 2-3 ദിവസത്തെ കൂലങ്കഷമായ ചർച്ചയ്ക്കും പ്ലാനിങ്ങിനൊടുവിൽ നമ്മൾ കൊട്ടിയൂർ പോവാണ് ഗൈസ്. നടന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയാണ് നമുക്ക് കൊട്ടിയൂരേക്ക്. നമ്മൾ ട്രാവലിലാണ് പോയിട്ടുള്ളത്. പിള്ളേർ സെറ്റടക്കം നമ്മൾ 14 പേരാണ് പോയത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പുരാണങ്ങളിൽ ദക്ഷിയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കളാണ് ഇത് അവർ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രുദ്രപ്രസാദമായ ഓടപ്പൂവ് ദക്ഷൻ്റെ താടിയാണെന്നും ദക്ഷന് സാരോപദേശം നൽകിയ ഗുരുവിൻ്റെ താടിയാണെന്നും അഭിപ്രായങ്ങളുണ്ട്. 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. മഴയുടെ പുഴയുടെ പ്രകൃതിയുടെ ഉത്സവം യാഗോത്സവം എന്നാണ് പറയുന്നത്. അപ്പോൾ അധിക സമയത്ത് മഴ തന്നെയായിരിക്കും. നമ്മൾ പോയ സമയത്ത് മഴയുണ്ടായിരുന്നില്ല. എവിടെ മുങ്ങണ്ട സ്ഥലത്തല്ല, കൊട്ടിയൂരെത്തി. ദാ ആ പാപ്പ പറഞ്ഞ പോലെ മുങ്ങണ്ട സ്ഥലത്തി നമ്മൾ ഇവിടെ നിന്ന് കുളിച്ച് ഈറനോട് കൂടി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. പക്ഷെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഉദ്ദേശം മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് ഈറനോട് കൂടി നമ്മൾ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 12:30 തൊട്ട് 3:30 വരെ 3 മണിക്കൂറോളം കുട്ടികളടക്കം ക്യൂ നിന്നിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത്. നമ്മൾ ഞായറാഴ്ചയും അല്ല, വിശേഷപ്പെട്ട ദിവസവും അല്ല പോയത്, വ്യാഴാഴ്ചയാണ് പോയത്. എന്നിട്ട് കൂടി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ സാധാരണ ഇതിൽ കൂടുതൽ തിരക്ക് ഉണ്ടാവാറുണ്ട്. അവർ അരമണിക്കൂർ കൂടുമ്പോൾ സെറ്റായിട്ടാണ് ആൾക്കാരെ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. പിന്നെ കൊട്ടിയൂരിൻ്റെ വേറൊരു പ്രത്യേകത, പ്രദക്ഷിണ വഴിയിൽ വെള്ളം വേണമെന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. പിന്നെ ഇക്കരെ കൊട്ടിയൂർ പോയി. പിന്നെ പർച്ചേസിംഗ് എല്ലാം കഴിയുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ച സമയത്തിൽ കൂടുതലായി വേറെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ റിട്ടേൺ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്.